ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. AST സ്പേസ് മൊബൈലിന്റെ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹത്തെ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച് ISRO ചരിത്ര നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരെയും എഞ്ചിനീയർമാരെയും പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. SIR കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികൾ സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി. പരാതികൾ 22 വരെ സമർപ്പിക്കാം. തിരുവനന്തപുരത്തിന് പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൂടി സ്കിൻ ബാങ്ക് സ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഡിജിറ്റൽ നീതിയിലൂടെ കാര്യക്ഷമവും വേഗത്തിലുള്ള നിർവഹണം എന്ന പ്രമേയവുമായി ഇന്ന് ദേശീയ ഉപഭോക്തൃ ദിനം. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 പരമ്പരയിലെ അവസാന 3 മത്സരങ്ങൾക്കായി ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ഇന്ന് കേരളത്തിലെത്തും. വാർത്തകൾ വിശദമായി. AST സ്പേസ് മൊബൈലിന്റെ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹത്തെ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച് ISRO. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് രാവിലെ 8:55 വിക്ഷേപണം നടന്നത്. LVM-3യുടെ 3ാം വാണിജ്യ വിക്ഷേപണ ദൌത്യമാണിത്. അമേരിക്കൻ കമ്പനി AST സ്പേസ് മൊബൈലിന്റെ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹത്തെയാണ് ബാഹുബലി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഏറ്റവും കരുത്തുള്ള റോക്കറ്റ് ഈ ദൌത്യത്തിലൂടെ ബഹിരാകാശത്ത് എത്തിച്ചത്. 6100 കിലോഗ്രാമാണ് ഉപഗ്രഹത്തിന്റെ ഭാരം. ഉപഗ്രഹ അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ് AST സ്പേസ് മൊബൈൽ. ISROയുടെ നിർണായക വിജയത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് ചെയർമാൻ V. നാരായണൻ. രാജ്യത്തിന്റെ ലോഞ്ചറുകൾ ഉപയോഗിച്ച് ഉയർത്തിയതിൽ വെച്ച് ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണിതെന്ന് പറഞ്ഞ അദ്ദേഹം LVM-3 M6ന്റെ തുടർച്ചയായ 9ാമത്തെ വിജയകരമായ ദൌത്യമാണിതെന്നും അഭിപ്രായപ്പെട്ടു. I am extremely happy to announce that LVM-3 Bahubali rocket M6 launch vehicle has successfully and precisely injected the Bluebird Block 2 communication satellite in the intended orbit. This is the first dedicated commercial launch for a customer from USA, that is AST Space Mobile. This is our 104th launch from Sriharikota, also the 9th successful mission of LVM-3 launch vehicle, demonstrating its 100% reliability. ഇന്ത്യൻ മണ്ണിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമായ ബ്ലൂബേർഡ് ബ്ലോക്ക് 2വിനെ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ച് LVM-3 M6 വിക്ഷേപണം ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിലെ അഭിമാനകരമായ നാഴികക്കല്ലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വിക്ഷേപണ വിജയത്തിൽ ISROയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ബഹിരാകാശ രംഗത്ത് രാജ്യം കൂടുതൽ ഉയരങ്ങൾ കീഴടക്കുന്നതിന്റെയും ആത്മനിർഭർ ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള മുന്നേറ്റത്തിന്റെയും പ്രതിഫലനമാണ് ഈ നേട്ടമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചരിത്ര നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച രാജ്യത്തെ കഠിനാധ്വാനികളായ ബഹിരാകാശ ശാസ്ത്രജ്ഞരെയും എഞ്ചിനീയർമാരെയും അദ്ദേഹം പ്രശംസിച്ചു. ISROയുടെ ശ്രദ്ധേയമായ വിജയത്തിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അഭിനന്ദനങ്ങൾ അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഹരിയാന സന്ദർശിക്കും. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട സമ്മേളനം, ഹരിയാന പോലീസ് പാസിംഗ് ഔട്ട് പരേഡ്, മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രതിമ അനാച്ഛാദനം ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ ശ്രീ അമിത്ഷാ പങ്കെടുക്കും. പഞ്ച്കുലയിലെ ഇന്ദ്രധനുഷ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വീർ ബാൽ ദിവസ് പരിപാടിയിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പങ്കെടുക്കും. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൂടി സ്കിൻ ബാങ്ക് സ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ച സംസ്ഥാനത്തെ ആദ്യ സ്കിൻ ബാങ്കിൽ സ്കിൻ പ്രോസസിംഗ് ഇന്നലെ ആരംഭിച്ചിരുന്നു. 6.75 കോടി ചെലവഴിച്ചാണ് ബേൺസ് യൂണിറ്റിനോടൊപ്പം സ്കിൻ ബാങ്ക് സജ്ജമാക്കിയത്. കഴിഞ്ഞ ദിവസം മസ്തിഷ്ക മരണമടഞ്ഞ ഷിബുവിന്റെ ചർമ്മം കുടുംബം സ്കിൻ ബാങ്കിന് ദാനം ചെയ്തിരുന്നു. സംസ്ഥാനത്ത് ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നന്നായി വേവിച്ച കോഴിയിറച്ചി മാത്രമേ കഴിക്കാവൂ എന്നും പച്ചമാംസം കൈകാര്യം ചെയ്യുന്നവർ മാസ്ക് ധരിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. താറാവുകളിലും കോഴികളിലുമാണ് അണുബാധ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷികളെ കൊല്ലുന്നത് ഉൾപ്പെടെയുള്ള നിരീക്ഷണവും നിയന്ത്രണ നടപടികളും ജില്ലാ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ശക്തമാക്കിയിട്ടുണ്ട്. പുഷ്പങ്ങളുടെയും ദീപാലങ്കാരങ്ങളുടെയും വർണ്ണക്കാഴ്ചയൊരുക്കി പുതുവർഷത്തെ വരവേൽക്കാൻ കനകക്കുന്ന് ഒരുങ്ങി. വിനോദസഞ്ചാര വകുപ്പ് കനകക്കുന്നിൽ സംഘടിപ്പിക്കുന്ന വസന്തോത്സവം പുഷ്പമേളയുടെയും ന്യൂ ഇയർ ലൈറ്റ് ഷോയുടെയും ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 6 ടൂറിസം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി V. ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും.
ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന 42ാമത് കൊച്ചിൻ ഫ്ലവർ ഷോ ഇന്നു മുതൽ അടുത്ത മാസം 4 വരെ എറണാകുളം മറൈൻ ഡ്രൈവിൽ നടക്കും. കൊച്ചിൻ ഫ്ലവർ ഷോ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പുഷ്പമേളയാണ്. 50,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് പ്രദർശനം ഒരുക്കുന്നത്. സന്ദർശകരുടെ ഉദ്യാന സംബന്ധിയായ സംശയ നിവാരണത്തിനായി സംസ്ഥാന കൃഷി വകുപ്പിന്റെ അഗ്രി ക്ലിനിക് പ്രദർശന നഗരിയിൽ ഉണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 129ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 26 വരെ അറിയിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഡിജിറ്റൽ നീതിയിലൂടെ കാര്യക്ഷമവും വേഗത്തിലുള്ള നിർവഹണം എന്ന പ്രമേയവുമായി ഇന്ന് ദേശീയ ഉപഭോക്തൃ ദിനം. ഉപഭോക്തൃ അവകാശങ്ങളുടെ പ്രാധാന്യവും ഉപഭോക്തൃ സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുവാനും എല്ലാ വർഷവും ഉപഭോക്തൃ ദിനം ആചരിക്കുന്നു. ഉപഭോക്താക്കൾക്കായി സമഗ്രമായ അവകാശങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് ഈ ദിവസമാണ്. സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം, അറിയിക്കാനുള്ള അവകാശം, ഉറപ്പു നൽകാനുള്ള അവകാശം, കേൾക്കാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം എന്നിവ നിയമത്തിൽ ഉൾപ്പെടുന്നു. ഡിജിറ്റൽ നീതിയിലൂടെ കാര്യക്ഷമവും വേഗത്തിലുള്ള നിർവഹണം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി. പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. കരട് പട്ടികയിൽ ഉൾപ്പെടാത്ത ASD പട്ടികയിൽ ഉള്ളവരും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനായി അപേക്ഷയും സത്യവാങ്മൂലവും നൽകണം. മണ്ഡലപൂജയോടനുബന്ധിച്ച് ശബരിമല ദർശനത്തിന് വിർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗ് എന്നിവയിൽ നിയന്ത്രണം. തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തുന്ന ഈ മാസം 26-ന് 30,000 പേരെയും മണ്ഡലപൂജ നടക്കുന്ന ശനിയാഴ്ച 35,000 പേരെയും വിർച്വൽ ക്യൂ വഴി അനുവദിക്കും. സ്പോട്ട് ബുക്കിംഗ് 2,000-ആയി നിജപ്പെടുത്തി. അയ്യപ്പസ്വാമിക്ക് മണ്ഡലപൂജയ്ക്ക് ചാർത്തുന്നതിനുള്ള തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര 2ാം ദിവസമായ ഇന്ന് രാവിലെ 8-ഓടെ സന്നിധാനത്തേക്ക് യാത്ര തുടരുന്നു. തങ്കയങ്കി ഘോഷയാത്ര പത്തനംതിട്ട ടൌൺ പിന്നിട്ട് കരിമ്പനയ്ക്കൽ ദേവീക്ഷേത്രം ലക്ഷ്യമാക്കി നീങ്ങുന്നു. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ശ്രീജി S. ശ്രീധർ. അയ്യപ്പസ്വാമിക്ക് മണ്ഡലപൂജയ്ക്ക് ചാർത്താനുള്ള തങ്കയങ്കയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര 2ാം ദിനമായ ഇന്നും പര്യടനം തുടരുകയാണ്. രാത്രി വിശ്രമത്തിനു ശേഷം ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്നും രാവിലെ 8-നു ശേഷം ആരംഭിച്ച പര്യടനം കൊടുന്തറ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം വഴി പത്തനംതിട്ട ടൌണിലെത്തി. വലിയ ഭക്തജന തിരക്കാണ് തങ്കയങ്കി കണ്ടുതൊഴാൻ സ്വീകരണ കേന്ദ്രങ്ങൾ തോറും അനുഭവപ്പെടുന്നത്. ഘോഷയാത്ര കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ ഇന്ന് രാത്രി വിശ്രമം നടത്തും. 26-ന് വൈകിട്ട് സന്നിധാനത്തെത്തും. അന്ന് വൈകിട്ട് 6:30-ന് തങ്കയങ്കി ചാർത്തി സന്നിധാനത്ത് മഹാദീപാരാധനയും 27-നു രാവിലെ 10:10-നും 11:30-നും ഇടയിൽ അങ്കി ചാർത്തി അയ്യന് മണ്ഡലപൂജയും നടക്കും. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് കണ്ണൂർ ജില്ലയിൽ ഒരുക്കങ്ങൾ തകൃതിയിൽ പുരോഗമിക്കുന്നു. ഇന്ന് രാത്രി ദേവാലയങ്ങളിൽ പാതിരാ കുർബാന നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ദേവാലയങ്ങൾ മോടികൂട്ടിയും മുറ്റത്തും തൊടിയിലും വർണ്ണക്കടലാസുകൾ പതിപ്പിച്ചും മനോഹരമാക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി ആരംഭിക്കുന്ന പാതിരാ കുർബാനയോടെയാണ് ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കുന്ന ആഘോഷങ്ങൾക്ക് തുടക്കമാകുക. വൈകുന്നേരത്തോടെ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് വീടുകൾ തോറും കരോൾ നടക്കും. ബർണശ്ശേരി ഹോളി ട്രിനിറ്റി കത്തീഡ്രലിൽ രാത്രി 10-ന് കത്തീഡ്രൽ ഗ്രൗണ്ടിൽ കരോൾ ഗാനങ്ങൾ ആലപിക്കും. ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ഇന്ന് കേരളത്തിലെത്തും. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 പരമ്പരയിലെ അവസാന 3 മത്സരങ്ങൾക്കായാണ് ഇരു ടീമുകളും ഇന്ന് തിരുവനന്തപുരത്ത് എത്തുന്നത്. ഈ മാസം 26, 28, 30 തീയതികളിലായി കാര്യവട്ടം സ്പോർട്സ് ഹബ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചാകും മത്സരങ്ങൾ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. ASD സ്പേസ് മൊബൈലിന്റെ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹത്തെ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച് ISRO. ചരിത്ര നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരെയും എഞ്ചിനീയർമാരെയും പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു.
SIR കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികൾ സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി. പരാതികൾ 22 വരെ സമർപ്പിക്കാം. തിരുവനന്തപുരത്തിന് പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൂടി സ്കിൻ ബാങ്ക് സ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഡിജിറ്റൽ നീതിയിലൂടെ കാര്യക്ഷമവും വേഗത്തിലുമുള്ള നിർവഹണം എന്ന പ്രമേയവുമായി ഇന്ന് ദേശീയ ഉപഭോക്തൃ ദിനം. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 പരമ്പരയിലെ അവസാന 3 മത്സരങ്ങൾക്കായി ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ഇന്ന് കേരളത്തിലെത്തും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.